യെസ് അർച്ചന, എന്തായാലും പ്രതീക്ഷയോടുകൂടി വളരെയധികം എന്താ പറയേണ്ടത്, പുതുവർഷമാകുമ്പോൾ പാപ്പാജിമാരെ കത്തിക്കുന്നതോടുകൂടി ആ ഒരു പ്രതീക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല ശുഭപ്രതീക്ഷ ഉണ്ടാകും, പുതിയ ഒരു ജീവിതത്തിന് ആരംഭം കുറിക്കുമെന്നൊക്കെയാണ് അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു വിശ്വാസം. എന്തായാലും ഇപ്പോൾ അർച്ചന നിൽക്കുന്നത് ഒരു പാപ്പാജിയുടെ അടുത്ത് തന്നെയാണ്. അവിടെ നിരവധി ആളുകളും എത്തിച്ചേരുന്നുണ്ട്. ഇനി ഈ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ല, കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോൾ അവിടെയൊക്കെ ഗതാഗതം നിയന്ത്രിക്കും. ഒപ്പം തന്നെ ആളുകൾ, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകളൊക്കെ അവിടെ എത്തിത്തുടങ്ങും. എങ്ങനെയൊക്കെയാണ് അർച്ചന പുതു വർഷത്തെ വരവേൽക്കുന്നത് കൊച്ചിക്കാർ? ഭദ്ര പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞുപോയ എല്ലാ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും എല്ലാം തന്നെ ഇത്തരത്തിൽ കത്തിയെരിയിച്ചാണ് ഈ പാപ്പാജി, അതായത് ഈ പാപ്പാജി കത്തിയെരിക്കുന്നത് കൂടിയാണ് പുതിയ നാളുകൾ, അതായത് പുതിയ പ്രതീക്ഷകളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അത്തരത്തിലാണ് പുതിയ വർഷത്തെ വരവേൽക്കുന്നത്. ഫോട്ടോച്ചിക്കാരെ സംബന്ധിച്ച് ദിവസങ്ങൾ നീണ്ട ആഘോഷമാണ്. ആ ആഘോഷം ഇന്നതാ ഈ പാപ്പാജിയെ കത്തിക്കുന്നതോടുകൂടി വലിയൊരു പ്രതീക്ഷയോടെ അവർ നാളെയുടെ ദിവസങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഫോട്ടോച്ചി പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാപ്പാജിയാണ് വൈകിട്ട് 12 മണിയോടെ എരിഞ്ഞ് കത്താൻ പോകുന്നത്. ഫോട്ടോച്ചിക്കാരെ സംബന്ധിച്ച് കാലങ്ങളായി നടത്തുന്ന ന്യൂ ഇയർ പരിപാടികളാണ് ഇത്. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇറ്റാലിയൻ മാതൃകയിലുള്ള പാപ്പാജിയാണ്. ഇതേപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിൽ ഈ മറ്റൊരു പാപ്പാജിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 2 പാപ്പാജിമാരാണ് ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ കത്തിക്കാൻ പോകുന്നത്. എന്തായാലും ഫോർട്ട് കൊച്ചിക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ആഘോഷം തന്നെയാണ്. മാത്രമല്ല അതിൽ കേരളം ഒന്നടങ്കം ആഘോഷത്തിൽ പങ്കുചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയൊരു തിരക്ക്, ജനസാഗരം ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയതാണ്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴമരം അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ മഞ്ഞ ലൈറ്റുകളും എല്ലാം തന്നെ അത്രയും മനോഹരമാക്കിയ ദിവസങ്ങളാണ് കടന്നുപോയത്. അതിന് ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു കാഴ്ച, അല്ലെങ്കിൽ മറ്റൊരു നാളുകളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിന് ഫോർട്ട് കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കാഴ്ചയൊന്നും ആയിരിക്കില്ല. വൈകിട്ടോടു കൂടിയാകുമ്പോൾ ജനസാഗരമായിരിക്കും ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുക. ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഓരോ വർഷവും കഴിയുന്നോറും ആളുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൂടുതൽ വർധനവ് നമ്മൾ കാണുന്നതാണ്. അത് ഇത്തവണയും എന്തായാലും ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ രീതിയിലുള്ള ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംഘാടകർ അതിൻ്റെ ഏറ്റവും അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലടക്കം കാണുന്നത്. ഈ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ അംഗങ്ങൾ എല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട്. അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ അവസാന വിലയിരുത്തലിലും ഒരുക്കങ്ങളിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. എത്രത്തോളം വലിയ ആഘോഷം വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സജ്ജമായിരിക്കുകയാണ്. അതെ 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 ഞങ്ങൾ ഗാലാഡി ഫോർട്ട് കൊച്ചി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇത്തവണ ഈ ക്രൗഡ് മാനേജ്മെൻറ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും അലട്ടുന്ന പ്രശ്നം. പക്ഷേ പോലീസ് സംവിധാനവും ഗവൺമെൻറ് സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം അത് മാനേജ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഗ്രൗണ്ടിൽ ഏകദേശം 1 ലക്ഷം രൂപയോളം 1 ലക്ഷം പേരോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 3 സൈഡും വ്യൂ ആണ്. ഫുട്പാത്ത്, റോഡടക്കം എല്ലാം ബ്ലോക്ക് ആകുമ്പോൾ അവിടെയും ഒരു 50,000 പേരെ ഞങ്ങൾക്ക് നിർത്താം. ഈ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരുന്ന ഇങ്ങോട്ട് വരുന്ന വിദേശികളും സ്വദേശികളായ ടൂറിസ്റ്റുകൾ ഒരു 11 മണിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് എത്തിയിട്ട് ഒന്നും കാണാതെ തിരിച്ചു പോകുന്ന മാനസികാവസ്ഥയാണ്. അതുണ്ടാകരുത്. ഇവിടെ വരുന്ന ഫോർട്ട് കൊച്ചിയിലെ വൈബ് കാണാൻ എത്തുന്ന എല്ലാവരെയും സന്തോഷിപ്പിച്ചു വിടുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം. എല്ലാം ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് സംവിധാനം, വിദേശികൾക്ക് പവലിയനുണ്ട്, പോലീസ് സംവിധാനം, പോലീസിന് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, മാധ്യമങ്ങൾക്ക് ഉണ്ട്. എല്ലാ വിധത്തിലും ഫസ്റ്റ് എയ്ഡ് 3 എണ്ണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വിധത്തിലും ആംബുലൻസ് സർവീസ്, ഫയർഫോഴ്സ് എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 28 മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട CP തന്നിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ കർശനമായിട്ട് പാലിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ടീമെല്ലാം നമ്മൾ കൊച്ചി നല്ല വൈബാണെന്ന് എല്ലാം അടിച്ചുപൊളിയാണ്. കൊച്ചി നല്ല വൈബാണ്. ആ വൈബിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും. അതായത് ഉച്ച 2 മണിയോടുകൂടിയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുക. ആ സമയങ്ങളിൽ, അതായത് ആ സമയം മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും. 2 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയില്ല. മാത്രമല്ല വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മാസങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളാണ്. കമ്മീഷണർ ഇന്നലെ അടക്കം പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനമായും ഈ പൊതുഗതാഗതം ജനങ്ങൾ ഉപയോഗിക്കണമെന്ന്
എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനമായും കമ്മീഷണർ മുന്നോട്ട് വെച്ചൊരു ആവശ്യം. കാരണം പാർക്കിംഗ് സൗകര്യം, അത്തരത്തിൽ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തന്നെ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കമ്മീഷണർ ഇന്നലെ തന്നെ പറയുകയും ചെയ്തതാണ്. ഏകദേശം 60-ലധികം CCTV ക്യാമറകളാണ് ഈ ഗ്രൗണ്ടിൽ മാത്രം ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ 1200ഓളം പോലീസുകാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. അതായത് വെളി ഗ്രൗണ്ടിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാന ആകർഷണം ഈ വെളി ഗ്രൗണ്ടാണ്. ഇതിൽ അപ്പുറത്ത് തന്നെ പരേഡ് ഗ്രൗണ്ടിൽ കാർണിവലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അവിടെയും പാപ്പാജിയെ കത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ 2 ഇടങ്ങളിലായിട്ട് അവിടെ കത്തിക്കുന്നത്. കൊച്ചിയുടെ മാത്രം ആഘോഷമല്ലത്, കേരളത്തിൻ്റെ ഒന്നടങ്കം വിദേശികളടക്കം എത്തുന്ന ഒരു ഉത്സവമാണ്, മാമാങ്കമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി വേണ്ടതുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ചില പ്രശ്നങ്ങൾ, അതായത് ആളുകളുടെ വലിയൊരു ഒഴുക്ക് കാരണം ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിഗണിച്ചാണ് ഇത്തവണ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. 1200-ലധികം പോലീസുകാരുണ്ട്, 60-ലധികം CCTV ക്യാമറകൾ, അതുമാത്രമല്ല മെഡിക്കൽ സപ്പോർട്ടിനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാം തന്നെ ഈ വലിയ ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. കാരണം അത്രമാത്രം ആളുകളാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇതിൻ്റെ ഈ വൈബ് കണ്ടും ഇതിൻ്റെ ഈ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് എന്തായാലും ഇത്തവണയും പലയിടങ്ങളിൽ നിന്നായി, പല ജില്ലകളിൽ നിന്നായി ആളുകൾ എന്തായാലും ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തും. അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ പല ഭാഗങ്ങളിലായി പാപ്പാജി കത്തിക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല, കാക്കനാടുണ്ട്, ഒപ്പം കളമശ്ശേരിയിലുണ്ട്, മലയാറ്റൂരിലുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പാപ്പാജിയെ കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പലയിടങ്ങളിലേക്കായി പോകും. ഏറ്റവും പ്രധാനമായും ഗതാഗത ക്രമീകരണമാണ്. 2 മണിയോടുകൂടി ഈ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹനങ്ങൾ ഗതാഗത തടസ്സമുണ്ടാകും. വാട്ടർ മെട്രോ, ഈ മറ്റ് സർവീസുകളെല്ലാം തന്നെ പ്രവർത്തനങ്ങളുണ്ടാകും. ജങ്കാർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. അതെല്ലാം തന്നെ 4 മണിയോടുകൂടി അവസാനിക്കും. പിന്നീട് ഈ 7 മണിക്കായിരിക്കും ജങ്കാറിലടക്കം ജനങ്ങൾക്ക് മാത്രം ഇങ്ങോട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. അതിനുശേഷം 12 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഇവിടുന്ന് പബ്ലിക് സർവീസുകൾ ഉണ്ടാവുകയുള്ളൂ. പ്രധാനമായും KSRTCയും ഒപ്പം സ്വകാര്യ ബസ്സുകളുമായിരിക്കും 12 മണിക്ക് ശേഷം സർവീസുകൾ നടത്തുക. എന്തായാലും ഏറ്റവും ഭംഗിയായി ഈ ഫോർട്ട് കൊച്ചിയുടെ ഈ ആഘോഷം, ന്യൂ ഇയർ ആഘോഷം ഭംഗിയാക്കാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഫോർട്ട് കൊച്ചിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ ഒന്നടങ്കം കടന്നുപോയ സങ്കടങ്ങളും വിഷമഘട്ടങ്ങളും പ്രതിസന്ധികളെല്ലാം തന്നെ കത്തിയെരിച്ച പുതിയ നാളുകളെ വരവേൽക്കുകയാണ്. അത് ഏറ്റവും ഭംഗിയായി, അല്ലെങ്കിൽ ഏറ്റവും ആഘോഷപൂർവ്വം നടപ്പിലാക്കാൻ തന്നെയാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി അടക്കമുള്ള ഈ സംഘടനകളെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. ദിവസങ്ങൾ നീണ്ട, മാസങ്ങൾ നീണ്ട ഈ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ശൂന്യമാണ്. ആളുകൾ, ഈ സംഘാടകർ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചുറ്റും കാണുന്നത്. എന്നാൽ ഇത് പിന്നീട് ഒരു വലിയ ജനസാഗരമായി മാറുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. 12 മണിയോടെ ഈ പാപ്പാഞ്ഞി കത്തിയിരുന്നതോടുകൂടി ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയോടുകൂടി പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെയൊക്കെ ആളുകൾ കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. ഒരു 2 മണിയോട് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനസാഗരമായിരിക്കും. ആ ജനസാഗരത്തെ വരവേൽക്കാനാണ് പൂർണ്ണമായും ഇപ്പോൾ ഫോർട്ട് കൊച്ചി സജ്ജമായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള ഒരുക്കങ്ങളാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഒരുക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ തയ്യാറെടുപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആഘോഷങ്ങളിലേക്ക് കടക്കാനുള്ളത്. ഭദ്ര.